ഇനി നമുക്ക് പത്രങ്ങളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നോക്കാം. അതായത് ഇന്നലത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ കടന്നു വന്ന ദിവസങ്ങളാണ്. അപ്പം സ്വാഭാവികമായും നമ്മുടെ ന്യൂസ് 18 പത്രം 18 നമ്മളിന്ന് പരിശോധിക്കുന്നത് രജിത്ത് രാമചന്ദ്രനാണ്. രജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം ദിനപത്രങ്ങളുടെ ഒരു ഉള്ളടക്കം പൊതുവിൽ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ആ തരത്തിലേക്കുള്ള ഉള്ളടക്കം ഒരുപക്ഷെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വിട്ടുപോകുന്ന എക്സ്ക്ലൂസീവ് സ്റ്റോറീസൊക്കെ ഉൾപ്പെടുത്താൻ ഇന്നത്തെ പത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇന്നത്തെ ഉള്ളടക്കം? ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് ആര്യ. ഇന്നലത്തെ ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഈ ബ്രഹ്മപുരത്തെ പരാമർശം, ബ്രഹ്മപുരം വിഷയത്തിൽ ഹൈക്കോടതി ശക്തമായി ഇടപെടുന്നു, അത്തരം കാര്യങ്ങളാണ് മുൻപേജുകളിലുള്ളത്. ഒപ്പം നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അടക്കം മുൻപേജുകളിലുണ്ട്. പക്ഷേ ഉൾപേജുകളിലേക്ക് പോയാൽ നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ ഒരുപാട് എക്സ്ക്ലൂസീവ് വാർത്തകൾ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മാത്രം വാർത്തകളാണ്. പിന്നെ ഈ നിയമസഭയിലെ പ്രതിഷേധമൊക്കെ മനോരമ ഗ്രാഫിക്കൽ രീതിയിലുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. നമുക്ക് പത്രം 18 ആരംഭിക്കാം. പത്രം 18 ആദ്യം നമ്മൾ പോകുന്നത് മലയാള മനോരമയുടെ ഒരു വ്യത്യസ്ത രീതിയിൽ വാർത്ത അവതരിപ്പിച്ചതിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമസഭയിൽ സമാന്തര നിയമസഭ ഇന്നലെ പ്രതിപക്ഷം ചേർന്നിരുന്നു. അത് അടിയന്തര പ്രമേയം ബ്രഹ്മപുരം വിഷയത്തിൽ അവതരിപ്പിക്കാൻ അനുവദിക്കാത്ത പശ്ചാത്തലത്തിലായിരുന്നു സമാന്തര സഭ. നിയമസഭയ്ക്കുള്ളിൽ ഫോട്ടോയ്ക്ക് വിലക്കുള്ളതിനാൽ മനോരമ ഇന്ന് ചെയ്തിരിക്കുന്നത് അത് സാധാരണ അവർ ചെയ്യുന്ന പോലെ ഗ്രാഫിക്കൽ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥ സഭാ നടപടികൾ തുടരുന്നു എന്നുള്ള ഷംസീറിന്റെ പടം, അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന റോജി എം ജോണിന്റെ ചിത്രം അത് വരച്ചു തന്നെ ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ നിലത്തിരുന്ന് പ്രതിപക്ഷാംഗങ്ങൾ അങ്ങനെ വളരെ രസകരമായ രീതിയിൽ ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇത് ഈ വായനക്കാരിലേക്ക് എത്തിക്കത്ത രീതിയിലുള്ള ഒരു കൈകാര്യം ചെയ്യൽ അത് ഇന്നലെ നമ്മൾ കണ്ടു. നാക്ക് നാക്ക് ഗാനം കഴിഞ്ഞ ദിവസം എങ്ങനെ നാട്ടുനാട്ട് ഗാനം എങ്ങനെ ചിത്രീകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യാം, പരിശീലിക്കാം എന്നുള്ളത് മനോരമ കൃത്യമായി പറയുന്നതിന് വലിയ വിമർശനം പല കോണുകളിലും കാർട്ടൂണായൊക്കെ വന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രൊഫഷണലിസത്തെ ചൂണ്ടിക്കാണിച്ച ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതും മനോരമ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മനോരമയിലെ മറ്റൊരു വാർത്ത ഗണേഷ് കുമാറിന്റെ ആരോപണം നമ്മൾ ഇതിലേക്ക് വലിയ വാർത്തയായി കൊടുത്തിരുന്നതാണ് ഡോക്ടർമാർക്കെതിരെ. ഇതിൽ ഇപ്പോൾ ആരോപണത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രത്യേക സമിതിയെ ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരിക്കുന്നു. അതിൽ ആരോഗ്യവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ അജയ്കുമാർ അടക്കമുള്ളവർ ആ സമിതിയിൽ അംഗങ്ങളാണ്. ഇതിനിടെ ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ വിജിലൻസ് അന്വേഷണത്തിൽ 12 പേർ ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപവാർത്ത കൂടി മനോരമ ഇതിനോടൊപ്പം ചേർത്ത് നൽകിയിട്ടുണ്ട്. അതും ഇന്ന് മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായ തകർച്ച, പല ബോളിവുഡ് ചിത്രങ്ങളും വലിയതോതിൽ പ്രതീക്ഷയോടെ ചിത്രങ്ങൾ പലതും തകർന്നു. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോയ ചിത്രങ്ങൾ, ഡബ് ചെയ്ത ചിത്രങ്ങളടക്കം വലിയ കളക്ഷൻ നേടുന്ന കാഴ്ചയും കണ്ടു. ഇതൊക്കെ ഹോളിവുഡിന്റെ കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണ്. ഒപ്പം ഇപ്പോൾ ഓസ്കാറിന് ശേഷം 2 അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. SS രാജമൗലിയുടെ ഹോളിവുഡ് പ്രവേശനം, 2 ഇന്ത്യൻ സിനിമയുടെ പ്രാദേശിക മാർക്കറ്റിൽ ഹോളിവുഡ് സ്റ്റുഡിയോകളുടെ ശക്തമായ നിക്ഷേപം, അങ്ങനെ ഓസ്കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അനന്തമായ സാധ്യതകളാണ് എന്നുള്ളതും ഒപ്പം പ്രാദേശിക സിനിമാ വിപണിയിലേക്ക് പോലും ഹോളിവുഡിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് അവർ കണ്ണ് ഇടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം മനോരമ അവരുടെ ബിസിനസ് പേജിൽ വാർത്തയായി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലേക്ക് പോയാൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വീപ്പയ്ക്കുള്ളിൽ യുവതിയുടെ മൃതദേഹം എന്നുള്ളത് ഉൾപേജിൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കാരണം അവിടെ ഒരു സീരിയൽ കില്ലർ ഉണ്ട് എന്ന സംശയം ബാംഗ്ലൂർ പോലീസ് പ്രകടിപ്പിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ആയിട്ടാണ് ഈ വാർത്ത. 3 മാസത്തിനുള്ളിൽ ഇതൊരു 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഏറെ ഏറെ ആളുകളെ ചിന്തിപ്പിക്കുന്നു. ഒരു പോലീസ് അന്വേഷണത്തിന് വിവിധങ്ങളായ രീതികൾ സ്വീകരിക്കുന്നു എന്നുള്ള സംഭവമാണ്. ഒരു പരമ്പര കൊലയാളിയുടെ സാന്നിധ്യമാണ് ഇവിടെ പോലീസ് സംശയിക്കുന്നത് എന്ന് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിലുണ്ട്. മാതൃഭൂമിയുടെ മറ്റൊരു വാർത്ത, നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണല്ലോ സംസ്ഥാനം മുഴുവൻ ചർച്ച ചെയ്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം ബ്രഹ്മപുരത്ത് കത്തിയതൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം, പ്ലാസ്റ്റിക് പുകയൊക്കെ ആയിരുന്നു. ഇടുക്കി അടിമാലി ഫാത്തിമ മാതാ സ്കൂളിൽ ഇക്കോ ബ്രിക്കുകൾ കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങൾ, അതായത് ഈ പ്ലാസ്റ്റിക് എങ്ങനെ ശാസ്ത്രീയമായി ഉപയോഗിക്കാം, പ്രയോജനപ്രദമാക്കാം എന്ന വാർത്ത അത് JS മനോജ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യിക്കുന്നു. പ്ലാസ്റ്റിക് ചവറുകൾ കുത്തിനിറച്ചുണ്ടാക്കിയ ഇക്കോ ബ്രിക്കുകൾ വികസിപ്പിക്കുകയും അത് ഇത്തരത്തിൽ ഇരിപ്പിടമായി മറ്റും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതായത് ഇക്കോ ബ്രിക്കുകൾ കൊണ്ട് സ്കൂൾ പോലും അവിടെ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക് ഏത് തരത്തിൽ ശാസ്ത്രീയമായി പ്രയോജനപ്രദമായി വിനിയോഗിക്കാം എന്ന് ഈ വാർത്തയിലൂടെ മാതൃഭൂമി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
കേരള കൗമുദിയുടെ വാർത്തയിലേക്ക് പോയാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വലിയ പരിശ്രമമാണ് ബ്രഹ്മപുരത്ത് 12 ദിവസം കൊണ്ടെങ്കിലും തീയിൽ നിന്നും പുകയിൽ നിന്നും കൊച്ചിയെ രക്ഷിച്ചത്. ഇതിനിടയിൽ അവിടെ ചതിപ്പിൽ ഈ ദൗത്യത്തിനിടയിൽ അർദ്ധരാത്രി ചതിപ്പിൽ താഴ്ന്നു പോയ ഒരു അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥൻ വി ബാബു ജീവിതത്തിലേക്ക് തിരിച്ചു കയറുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ബാബുവിനെ കുറിച്ചുള്ള പ്രത്യേക വാർത്ത കേരള കൗമുദി നൽകിയിട്ടുണ്ട്. സഹപ്രവർത്തകർ എറിഞ്ഞുകൊടുത്ത ഹോസിൽ പിടിച്ചാണ് ബാബു രക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായി, എത്രത്തോളം കഠിന ശ്രമം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തി എന്നുള്ളതും ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള കൗമുദിയുടെ മറ്റൊരു പ്രധാന വാർത്ത, ഒരു എക്സ്ക്ലൂസീവ് വാർത്ത എന്ന് തന്നെ പറയാം. ഏറ്റവും മലിനമായ 50 നഗരങ്ങളിൽ 39 എണ്ണവും ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ 50-ൽ 39 ഇന്ത്യയിലാണ്. അതിൽ ഭർഭംഗ ബീഹാറിലെ അസോപൂറും ബീഹാറിലെ 2 നഗരങ്ങളാണ് 6ഉം 7ഉം സ്ഥാനത്ത്. നമ്മുടെ തലസ്ഥാനമായ ന്യൂഡൽഹി 9ാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മുടെ മറ്റ് കേരളത്തിലെ നഗരങ്ങളൊന്നും ഈ ലിസ്റ്റിൽ വരുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. 50-ൽ വരുന്നില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. ഈ കേരള കൗമുദിയിലെ ആലപ്പുഴ ബ്യൂറോയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ആലപ്പുഴയിലുള്ളവർ ഈ യാത്രക്കാർ ശ്രദ്ധിക്കണം. കാരണം പോക്കറ്റടി വല്ലാതെ കൂടിയിരിക്കുന്നു KSRTC ബസ്സിലും സ്വകാര്യ ബസ്സുകളിലും മറ്റും. ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, പരാതികളായി വന്നിട്ടുണ്ട്. ഇതിൽ വൻ സംഘമുണ്ട്. ഇതിന് പോക്കറ്റടിക്ക് മാത്രമായി, ബസ്സുകളിലെ പോക്കറ്റടിക്ക് മാത്രമായി വൻ സംഘമുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരവും ഈ വാർത്തയിലൂടെ കേരള കൗമുദി നൽകുന്നുണ്ട്. അതേസമയം ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ മുൻപിൽ കൊടുത്തിരിക്കുന്ന വാർത്തകളിലൊന്ന്, തീരദേശ പാതയുടെ സ്ഥലം ഏറ്റെടുക്കാനായി പ്രത്യേക പാക്കേജ്, അതിന് നഷ്ടപരിഹാരം ഇരട്ടിയാക്കി എന്നുള്ള വാർത്ത. അതൊരു സർക്കാരിന് അനുകൂലമായ ഒരു വാർത്തയാണ്. അത് ഈ മൂല്യം കണക്കാക്കി ഇരട്ടി തുകയോളം നഷ്ടപരിഹാരം നൽകും, പ്രതിവാസം ആവശ്യമുള്ളവർക്ക് അതടക്കം നൽകും എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത മുൻ പേജിൽ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. വീക്ഷണത്തിലേക്ക് വന്നാൽ, വീക്ഷണത്തിൽ ഇന്നലെ നിയമസഭയിലെ ഏകാധിപത്യം എന്നുള്ളതാണ്. സ്പീക്കറുടെ വെല്ലുവിളി അടക്കമുള്ള വാർത്തകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീക്ഷണം ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതിയില്ല, നടുത്തളത്തിൽ സമാന്തര സഭ ചേർന്ന പ്രതിപക്ഷത്തിന്റെ വാർത്ത മുൻപേജിൽ വളരെ പ്രാധാന്യത്തോടെ വീക്ഷണം അവരുടെ ഒരു രാഷ്ട്രീയ രീതിയിൽ തന്നെ ആ വാർത്ത നൽകിയിരിക്കുന്നു. ഇത് ഹിന്ദുവിലേക്ക് വന്നാൽ, അതായത് ഈ തെലങ്കാന സർക്കാരിന്റെ ഗവർണർക്കെതിരെയുള്ള അപ്പീൽ, പരാതി, അത് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഗവർണർ സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആക്ഷേപമാണ്. ഈ തെലങ്കാന സർക്കാരാണ് ആദ്യമായി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സെവറൽ ബിൽസ് പാസ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ സ്ട്രക്ക് ബൈ ഗവർണർ ഈസ് എറ്റ് ടു ആക്ട് ഓൺ ദം ലീഡിംഗ് ടു എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപാസ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് സുപ്രീം കോടതി കേൾക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ കേരളത്തിലെ വിഷയങ്ങളിലടക്കം ഏറെ പ്രാധാന്യമുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് സജിത്ത് ആര്യ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ബാക്ക് ടു ദം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി പ്രേക്ഷകരിലേക്ക്. തീർച്ചയായും താങ്ക് യു സോ മച്ച് രഞ്ജിത്ത് രാമചന്ദ്രൻ. എന്തായാലും പത്രങ്ങളിലെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതെ, സമഗ്രമായ ഒരുപക്ഷെ ദൃശ്യമാധ്യമങ്ങളൊക്കെ വിട്ടുപോകുന്ന പല സാധനങ്ങളും ഉള്ളടക്കമുണ്ട്. നമ്മുടെയൊക്കെ പ്രവർത്തനം അല്പം കൂടെ ഗൗരവമാവണം, കൂടെ സമഗ്രമാവണമെന്ന് സൂചിപ്പിക്കുന്നത്. ഈ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പത്രങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻ ഒക്കെ മറികടക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഒരുപാട് വലിയ ട്രോളും ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു മനോരമയുടെ മറ്റേ നാട്ടുനാട്ടും ഗാനം. അവര് എങ്ങനെ കളിക്കണമെന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു കാഴ്ച. ഈ വിഷ്വൽ മീഡിയയുടെ കാലത്ത് പത്രങ്ങളുടെ ഉള്ളടക്കം ഒപ്പിച്ചെടുക്കാൻ പെടാപ്പാടാണ്. അതെ അതെ, വല്ലാത്തൊരു എഫേർട്ട് തന്നെ അതിന് പിന്നിലുണ്ട്. വാർത്തകളുടെ ആദ്യ ഇൻഫർമേഷൻ അറിഞ്ഞതിന് ശേഷമാണ് ദിനപത്രങ്ങൾ ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ കൂടുതൽ സമഗ്രതയിലേക്ക് പോവേണ്ടി വരുമെന്നതാണ് പത്രങ്ങളുടെ വ്യത്യസ്തത. അവർ നടത്തേണ്ടി വരുന്ന ഓരോ ദിവസവും അവരുടെ ശ്രമകരമായ ദൗത്യവും അതുതന്നെയാണ്. എന്തായാലും ഇന്നത്തെ പത്രങ്ങളുടെ ഒരു സമഗ്ര ചിത്രമാണ് രഞ്ജിത്ത് പങ്കുവച്ചത്. ഇനി കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.